Day 2 of creating a hand-painted saree for Onam. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പേപ്പറിൽ വരച്ച ഡിസൈൻ സാരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ഇന്ന് ചെയ്യുന്നത്. സാരിയിൽ വരയ്ക്കുന്ന സമയത്തും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തും ഏറ്റവും നല്ലത് ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിലൊരു എംബ്രോയ്ഡറി ഹൂപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് അത് എവിടെയോ മിസ്പ്ലേസ് ആയിപ്പോയി. സോ ഐ കുഡൻ ഫൈൻഡ് ഇറ്റ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് എഡ്ജസിലും സാരി ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എംബ്രോയ്ഡറി ഹൂപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള സാവകാശം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി എംബ്രോയ്ഡറി ഹൂപ്പ് ഇല്ലാത്ത ആളുകൾക്ക് സാരിയിൽ ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ടേബിളിൽ വരയ്ക്കുക. എന്നിട്ട് അതിനെ സെക്യൂർ ചെയ്യുക ക്ലിപ്സ് യൂസ് ചെയ്തിട്ട്. കുറച്ച് വലിയ ക്ലിപ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ടേബിളിലേക്ക് നല്ല ടൈറ്റായിട്ട് സെക്യൂർ ചെയ്യുക. എന്നിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പേപ്പറിനെ സാരിയിലേക്ക് സെക്യൂർ ചെയ്യാൻ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കാം. മറ്റ് ടേപ്സ് ഉപയോഗിക്കരുത്. അതിൻ്റെ ടേപ്പിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടും അതിൽ ഗ്ലൂ കൂടുതലാണെങ്കിലൊക്കെ സാരിയിലേക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മാസ്കിംഗ് ടേപ്പ് പറഞ്ഞത്. സോ മാസ്കിംഗ് ടേപ്പ് ആകുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപയോഗിച്ചിട്ട് പേപ്പറിനെ സാരിയിലേക്ക് സെക്യൂർ ചെയ്താൽ നമ്മൾ ട്രേസ് ചെയ്യുന്ന സമയത്ത് പേപ്പർ മൂവ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാവില്ല. ഇതൊരു ഓപ്ഷണലായ കാര്യം മാത്രമാണ്, നിർബന്ധമില്ല. അല്ലാതെ തന്നെ പേപ്പർ താഴെ വെച്ചിട്ട്, ഇപ്പം ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പേപ്പർ താഴെ വെച്ചിട്ട് മൂവ് ചെയ്യാതെ ഡിസൈൻ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വരയ്ക്കാൻ. നമുക്ക് ഹീറ്റ് ഇറേസബിൾ മാർക്കേഴ്സും അവൈലബിൾ ആണ് ഓൺലൈൻ. അത് യൂസ് ചെയ്തിട്ടും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ട്രേസ് ചെയ്യാം. ക്യാൻവാസിൽ വരയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഫാബ്രിക്കിൽ വരയ്ക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി ക്യാൻവാസിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഫ്രിക്ഷൻ ഉണ്ട് ഫാബ്രിക്കിൽ വരയ്ക്കുന്ന സമയത്ത്. ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് പരമാവധി ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സാരിയിലേക്ക് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പരമാവധി മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ ട്രേസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഹീറ്റ് ഇറേസബിൾ മാർക്കർ പെൻസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച പാറ്റേൺ ഇറേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കേരള മ്യൂറലിൻ്റെ ഓൺലൈൻ ക്ലാസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻഡിവിജ്വൽ കർവ്സ്, ഇൻഡിവിജ്വൽ ലൈൻസും പാറ്റേൺസും, നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഡിസൈൻ എലിമെൻസും ഇൻഡിവിജ്വലായിട്ട് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി എളുപ്പമായിരിക്കും ചെയ്യാൻ. ബിക്കോസ് ഈ ഒരു പാറ്റേണിൻ്റെ ഡ്രോയിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ഹാൻഡായിട്ടാണ് ചെയ്യുന്നത്. അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം.